മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ ബി.ജെ.പി. പിന്തുണയെ എതിർത്തയാളെ സ്വാധീനിക്കാൻ ശ്രമിച്ച വിമത നേതാക്കൾ. പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷിനെയാണ് വിമത നേതാവ് ടി.എം. ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ മീഡിയ വണ്ണിന് ലഭിച്ചു. തങ്ങളോടൊപ്പം നിൽക്കണമെന്നും ബി.ജെ.പിയുമായി ബന്ധമില്ല എന്ന് പറയണമെന്നുമാണ് ടി.എം. ചന്ദ്രൻ ആവശ്യപ്പെടുന്നത്. എം.കെ. ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഈ ശബ്ദരേഖയിൽ എന്താണ് വ്യക്തമാകുന്നത്? അതിനകത്ത് എന്താണ് ഇരുവരും തമ്മിലുള്ള സംഭാഷണം? അമൃത, മറ്റത്തൂരിലെ ഈ കൂറുമാറ്റവും ഒപ്പം തന്നെ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള കൂട്ടുകെട്ടും വലിയ തോതിൽ സംസ്ഥാനത്ത് ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ തലയുരണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുമ്പോൾ തന്നെയാണ് പുതിയ തെളിവുകളിൽ മറ്റും പുറത്തുവരുന്നത്. നിലവിൽ റോജി എം ജോൺ MLA മധ്യസ്ഥതയിൽ പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ തുടരുകയാണ്. ഈ തൃശൂർ DCC സെക്രട്ടറി ടി ചന്ദ്രനൊപ്പമുള്ളവരുമായി റോജി എം ജോൺ ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ എതിർ വിഭാഗവുമായും ഇതിനകം ചർച്ച പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് തുടങ്ങിയ തലങ്ങളിലുള്ള ചർച്ചകളാണ് ഇനി ബാക്കിയുള്ളത്. നിലവിൽ മറ്റത്തൂരിലെ വിമതരായി മാറിയ ഇവരാരും തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വരരുത് എന്നൊരു നിലപാടാണ് മറ്റത്തൂരിൽ ടി ചന്ദ്രനെതിരെ നിൽക്കുന്ന വിഭാഗം പറയുന്നത്. DCC സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം നേരത്തെ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ദൗർബല്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സംസ്ഥാനത്ത് തന്നെ ഇത് വലിയ ചർച്ചയായ സാഹചര്യത്തിൽ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുകയും ബി.ജെ.പിയുമായി ഒരു ബന്ധവുമില്ല, ബി.ജെ.പിയുമായുള്ള സഖ്യത്തിൽ ഒരിടത്തും സംസ്ഥാനത്ത് ഭരണം നടത്തുന്നില്ല എന്ന് KPCCക്കും അതുപോലെ തന്നെ DCCക്കും വരുത്തി തീർക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത്. റോജി എം ജോൺ MLA നേതൃത്വത്തിൽ ഇതിനകം 2 തവണ ചർച്ച നടത്തി കഴിഞ്ഞു. എന്നാൽ 4-ാം തീയതി വയനാട് കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള കർശന നിർദ്ദേശം റോജി എം ജോണിന് KPCCയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഇത് സാധിക്കുമോ എന്നുള്ള പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ഒപ്പം തന്നെ മുൻ DC പ്രസിഡന്റ് ജോസ് വള്ളൂരും തമ്മിലുള്ള ഒരു തർക്കമായി ഇത് മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇക്കാര്യത്തിൽ ഇരുവർക്കുമിടയിൽ എങ്ങനെ മധ്യസ്ഥത വഹിക്കും എന്നുള്ള ഒരു ചർച്ച കൂടിയാണ് ഇപ്പോൾ തൃശൂർ DCC സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അക്കാര്യത്തിൽ റോജി എം ജോണിന് ഈ പ്രശ്നം പരിഹരിക്കാനാകുമോ എന്നാണ് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഉറ്റുനോക്കുന്നത്.